കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് UDF-ൽ തർക്കം നിലനിൽക്കുന്നതിനിടെ കോൺഗ്രസിൽ ഇപ്പോഴൊരു കത്ത് വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കരുത് എന്ന് കാണിച്ച് മണ്ഡലം പ്രസിഡന്റുമാരുടെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കിയതായി പരാതി. കത്തിന് പിന്നിൽ PK ഫൈസൽ എന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ഒപ്പിട്ടതായി 2 കത്തുകളാണ് പുറത്തുവന്നത്. ഒന്നാമത്തെ കത്ത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നൽകിയത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും DCC പ്രസിഡന്റ് PK ഫൈസലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമായിരുന്നു ആവശ്യം. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ രണ്ടാമത്തെ കത്ത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് നൽകിയത്. തൃക്കരിപ്പൂരിലേക്ക് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോമോൻ ജോസഫിനെ പരിഗണിക്കരുതെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കണ്ണൂർ ആലക്കോട് താമസിക്കുന്ന ജോമോൻ ജോസ് മണ്ഡലത്തിലുള്ളയാളല്ല. മണ്ഡലത്തിൽ നിഷ്ക്രിയനാണ്. സംഘടനാ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നില്ല. മണ്ഡലത്തിൽ സ്വാധീനമുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ആദ്യത്തെ കത്തിൽ ഒപ്പിട്ട മണ്ഡലം പ്രസിഡന്റുമാരെല്ലാം ഈ കത്തിലും ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ കത്ത് തങ്ങൾ നൽകിയതല്ലെന്നും വ്യാജമാണെന്നും മണ്ഡലം പ്രസിഡന്റുമാർ പറയുന്നു. ഞാൻ വിളിച്ചത് ഈ തൃക്കരിപ്പൂർ മണ്ഡലം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞൊരു കത്ത് കണ്ടു. DCC പ്രസിഡന്റ് മത്സരിക്കുന്നതിന് വേണ്ടി അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കത്തിൽ ഒരു ഒപ്പിട്ടിട്ട് കണ്ടു. അത് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തല്ലേ? സീറ്റ് ഏറ്റെടുക്കണം കത്ത് കൊടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണം അല്ലെ? പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് ആർക്കാ കൊടുത്തത്? അത് DCC കൊടുത്തിട്ടുണ്ട്. KPCC എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ആഹാ. പിന്നെ അത് കൂടാതെ ദീപാദാസ് മുൻഷിക്ക് ഒരു ഇംഗ്ലീഷിലൊരു ലെറ്റർ കൊടുത്തിട്ട് കണ്ടു. അതില് ജോമോൻ ജോസിനെ പരിഗണിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്താണ്. ആ കത്തിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടോ? അതില് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ DCC പ്രസിഡന്റ് PK ഫൈസലിനെ മത്സരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കത്താണ്. അതിൽ നിങ്ങൾ ഒപ്പിട്ടിട്ട് കണ്ടു. നിങ്ങളത് ഒപ്പിട്ട് കൊടുത്തതാണോ? അതെ അല്ലേ? അല്ല, അതിനുശേഷം വേറെ ഇംഗ്ലീഷിലുള്ള ഒരു കത്ത് കണ്ടു. അത് നമ്മൾ ഒപ്പിട്ടിട്ടൊന്നുമില്ല. അത് നമ്മൾ കണ്ടിട്ടില്ല. ജോമോൻ ജോസിനെ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കരുത് എന്ന് പറഞ്ഞൊരു കത്ത് കണ്ടു. അതിൽ നമ്മളില്ല, ഒപ്പിട്ടിട്ട് ഇല്ല അല്ല. പിന്നെ എങ്ങനെ കത്ത് വന്നു? അങ്ങനെ ഒരു കത്ത് കാണുന്നുണ്ട്. നമ്മൾ ഇട്ടിട്ടില്ല. തൃക്കരിപ്പൂരിൽ DCC പ്രസിഡന്റ് PK ഫൈസലിന് മത്സരിക്കാനുള്ള താല്പര്യമുള്ളതിനാൽ മണ്ഡലം കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള നീക്കം നേരത്തെ നടക്കുന്നുണ്ട്. ഇതിനിടെ മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിന്റെ പേരും ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫിനെ നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് നേതൃയോഗത്തിൽ ആവശ്യമുയർന്നതായി കാണിച്ച DCC പ്രസിഡന്റ് PK ഫൈസൽ KPCCക്ക് കത്ത് നൽകി. AICCക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ പേരിൽ നൽകിയ വ്യാജ കത്തിന് പിന്നിൽ DCC പ്രസിഡന്റാണെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു. തനിക്കെതിരായ കത്ത് വ്യാജമാണെന്നും AICCക്കും KPCCക്കും പരാതി നൽകുമെന്നും ജോമോൻ ജോസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. സിജു കണ്ണൻ, കൈരളി ന്യൂസ്, കാസർഗോഡ്.